അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രഹസ്യം ജ്ഞാനികളുടെയും മുതിർന്നവരുടെയും വാക്കുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ വളരെ ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായ രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് ഈ വാക്കുകൾ. ഈ വാക്കുകളെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുക മാത്രമല്ല മാതൃകാപരമായി തീരുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ജ്ഞാനികളുടെ വിലയേറിയ വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയും അവ എങ്ങനെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശദീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രസകരമായ ഒരു വിഷയത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. നിങ്ങളുടെ ശരീരത്തിലെ 2 വ്യത്യസ്ത ഭാഗങ്ങളിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ അതിൻ്റെ അർത്ഥമെന്തായിരിക്കും? ഇതൊരു യാദൃച്ഛികതയാണോ അതോ മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും യാഥാർത്ഥ്യത്തിൻ്റെ സൂചനയാണോ? ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്, കാരണം ഒരുപക്ഷെ നിങ്ങൾ മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്ഞാനം നിറഞ്ഞ ഏതാനും വാക്കുകളും വളരെ രസകരമായ ഒരു സംഭവവും ഞങ്ങൾ അവതരിപ്പിക്കും. ഇനി വിജയകരമായ ഒരു ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ ജീവിതം മനോഹരവും സമാധാനപൂർണവുമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്തകളും ശീലങ്ങളും മാറ്റണമെന്ന് പറയപ്പെടുന്നു. എല്ലാ ദിവസവും നല്ല കാര്യങ്ങൾ ഓർക്കുകയും മോശം കാര്യങ്ങൾ മറക്കുകയും ചെയ്യുക. വിധിയിലെഴുതിയത് എന്തായാലും അത് നിങ്ങളിലേക്ക് വന്നെത്തും. എന്നാൽ എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നത് അല്ലാഹുവിന് മാത്രമേ നന്നായി അറിയൂ. ഹൃദയത്തിൻ്റെ സമാധാനം അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്മരിക്കുന്നതിൽ മാത്രമാണ്. ഒരു മനുഷ്യൻ തൻ്റെ ചിന്തകളും തീരുമാനങ്ങളും മാറ്റുന്ന നിമിഷം അവൻ്റെ ജീവിതം തന്നെ മാറിമറിയാം. പ്രാർത്ഥനയിലൂടെ അല്ലാഹുവിനെ എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കാനും വിധി പോലും മാറ്റാനും കഴിയും. എന്നാൽ ഒരിക്കലും പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ നാശം സംഭവിക്കുന്ന യോഗ്യതയില്ലാത്ത ഒരുവൻ അധികാരത്തിലെത്തുമ്പോഴാണ്. സുഹൃത്തുക്കളെ, ഈ വാക്കുകൾ കേവലം വാക്കുകളല്ല, മറിച്ച് പ്രവർത്തനത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. അവയെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഇനി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ നിഗൂഢമായ കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ കഴുത്തിന് പിന്നിലോ വലത് കൈയിലോ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ അത് സമൃദ്ധിയോ സമ്പത്തോ നിങ്ങളെ തേടിയെത്തുന്നു എന്നതിൻ്റെ സൂചനയാകാമെന്ന് പറയപ്പെടുന്നു. ഇത് വളരെ വിചിത്രമായി തോന്നാമെങ്കിലും പഴയ കാലത്ത് ആളുകൾ ഇത്തരം ചെറിയ കാര്യങ്ങളെ ജീവിതത്തിലെ വലിയ അടയാളങ്ങളായി കണക്കാക്കിയിരുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളും അവയുടെ പരിഹാരങ്ങളും പോലും ഈ വാക്കുകളിലൂടെ കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ അല്ലാഹുവിന് മുന്നിൽ തലകുനിച്ച് ലോകത്തിൻ്റെ ആദരവും മഹത്വവും തേടുക എന്ന് പറയപ്പെടുന്നു. ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യസന്ധതയും വിശ്വസ്തതയും സ്വീകരിക്കുക. പിശാചിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തി ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ചയുണ്ടാക്കുക എന്നതാണ്. അതിനാൽ നിങ്ങളുടെ ബന്ധങ്ങളെ സ്നേഹവും വിശ്വാസവും കൊണ്ട് ദൃഢമാക്കുക. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്ഞാനവും ഉൾക്കാഴ്ചയും നിറഞ്ഞ ഏതാനും വാക്കുകളെക്കുറിച്ച് സംസാരിക്കാം. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ അഭാവം അനുഭവപ്പെടാൻ ഇടവരുത്തുക, എന്നാൽ നിങ്ങളില്ലാതെ ജീവിക്കാൻ അവർ പഠിക്കുന്ന അത്രയും അകന്നു പോകരുത്. ഈ ലോകം 2 ദിവസത്തേക്കാണ്. ഒരു ദിവസം അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, അടുത്ത ദിവസം പ്രതികൂലമായിരിക്കും. സമൃദ്ധിയുടെ ദിവസങ്ങളിൽ അഹങ്കരിക്കരുത്, പ്രയാസങ്ങളുടെ ദിവസങ്ങളിൽ ക്ഷമയോടെയിരിക്കുക. ഒരു മനുഷ്യൻ അവൻ്റെ നാവിൻ്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും തകർന്നിരിക്കുമ്പോഴും നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. സ്ത്രീകളുടെ ജ്ഞാനം അവരുടെ സൗന്ദര്യത്തിലും പുരുഷന്മാരുടെ സൗന്ദര്യം അവരുടെ ജ്ഞാനത്തിലുമാണ്. നിങ്ങളുടെ ചിന്തകളെ ശുദ്ധമായി സൂക്ഷിക്കുക, കാരണം ശുദ്ധമായ ചിന്തകൾ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ കേവലം വാക്കാലുള്ള ഉപദേശങ്ങളല്ല, മറിച്ച് പ്രവർത്തനത്തിനുള്ള പ്രോത്സാഹനമാണ്. ഈ പഠിപ്പിക്കലുകൾ നാം സ്വീകരിച്ചാൽ ജീവിതം വളരെ സമാധാനപരവും ലക്ഷ്യബോധമുള്ളതുമായി മാറും. ഇനി ഹസ്രത്ത് അലിയുടെ അസാധാരണമായ ബുദ്ധിയും നീതിബോധവും പ്രതിഫലിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ദിവസം 3 പേർ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് 17 ഒട്ടകങ്ങളുണ്ട്. ഒരാളുടെ പങ്ക് പകുതിയാണ്. രണ്ടാമന്റെ പങ്ക് 1/3 മൂന്നാമന്റെ പങ്ക് 1/9 ആണ്.
എന്നാൽ ഒട്ടകങ്ങളെ മുറിക്കാതെ ഈ വിഭജനം സാധ്യമല്ല എന്നതായിരുന്നു പ്രശ്നം. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഖജനാവിൽ നിന്ന് ഒരു ഒട്ടകത്തെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഇതോടെ ഒട്ടകങ്ങളുടെ എണ്ണം 18 എന്നിട്ട് അദ്ദേഹം ഒന്നാമത്തെയാൾക്ക് 18ന്റെ പകുതിയായ 9 ഒട്ടകങ്ങളെയും രണ്ടാമത്തെയാൾക്ക് 18ന്റെ 1/3 ഭാഗമായ 6 ഒട്ടകങ്ങളെയും മൂന്നാമത്തെയാൾക്ക് 18ന്റെ 1/9 ഭാഗമായ 2 ഒട്ടകങ്ങളെയും നൽകി. ഈ രീതിയിൽ 17 ഒട്ടകങ്ങൾ വിഭജിക്കപ്പെട്ടു ബാക്കി വന്ന ഒരു ഒട്ടകത്തെ ഖജനാവിലേക്ക് തിരികെ നൽകുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ജ്ഞാനികളുടെ വാക്കുകളും മഹദ്വചനങ്ങളും തങ്ങളുടെ കാലഘട്ടത്തിൽ നീതിയുടെയും വിവേകത്തിന്റെയും തിളങ്ങുന്ന ഉദാഹരണങ്ങളായി മാറിയ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്നും പഠിക്കാവുന്നതാണ്. അവരിലൊരാളായിരുന്നു ഹസ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്തെ പല സംഭവങ്ങളും ഇന്നും നമുക്ക് വഴികാട്ടുന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ അവസ്ഥയറിയാൻ രാത്രിയിൽ മദീനയിലെ തെരുവുകളിലൂടെ റോന്തു ചുറ്റാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരു രാത്രി അദ്ദേഹം ഒരു വീടിനരികിലെത്തി അവിടെ നിന്ന് കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടു. വാതിലിനടുത്തേക്ക് ചെന്ന് അദ്ദേഹം അകത്തേക്ക് നോക്കി. ഒരു സ്ത്രീ അടുപ്പിനരികിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വിശന്നു വലഞ്ഞു കരയുകയാണ്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് കുട്ടികൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. ആ സ്ത്രീ മറുപടി പറഞ്ഞു, അവർക്ക് വിശക്കുന്നു, അവരെ ആശ്വസിപ്പിക്കാനായി ഞാൻ വെറും പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുകയും ആൺഭക്ഷണം പാകം ചെയ്യുന്നുണ്ടെന്ന് കരുതി. അവർ ഒടുവിൽ ഉറങ്ങിക്കോളും. ഇത് കേട്ട് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം അലിഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ഖജനാവിലേക്ക് പോയി മാവും ഈന്തപ്പഴവും നെയ്യും എടുത്ത് സ്വന്തം മുതുകിൽ ചുമന്ന് ആ സ്ത്രീയുടെ വീട്ടിലെത്തിച്ചു. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നയാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ ഭാരം ഞാൻ ചുമക്കാം. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ന്യായവിധി നാളിൽ നീ എനിക്ക് വേണ്ടി എന്റെ ഭാരം ചുമക്കുമോ? സാധനങ്ങളുമായി ആ സ്ത്രീയുടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം സ്വയം അടുപ്പ് കത്തിച്ച് ഭക്ഷണം തയ്യാറാക്കി. കുട്ടികൾ ഭക്ഷണം കഴിച്ച് സന്തോഷവാന്മാരായപ്പോൾ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിശബ്ദനായി അവിടെ നിന്ന് പോയി. ആ മനുഷ്യൻ മുസ്ലിങ്ങളുടെ ഖലീഫയാണെന്ന് ആ സ്ത്രീ അറിഞ്ഞതുപോലുമില്ല. യഥാർത്ഥ നേതൃത്വം എന്താണെന്നും ഒരു ഭരണാധികാരിക്ക് തന്റെ ജനങ്ങളോട് എത്രമാത്രം അനുകമ്പയും സേവന മനോഭാവവും ഉണ്ടായിരിക്കണമെന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. സമൂഹത്തിൽ നീതിയും സേവനവും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഭരണാധികാരിയായാലും സാധാരണക്കാരനായാലും ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മനുഷ്യരാശിക്ക് ഏറ്റവും മികച്ച മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നാം ധാർമ്മികതയെക്കുറിച്ച് മാത്രമല്ല, കാരുണ്യത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും പഠിക്കുന്നു. മക്കയിലെ കമ്പോളത്തിൽ ഒരു വൃദ്ധ തന്റെ സാധനങ്ങളുമായി യാത്ര ചെയ്യുകയായിരുന്നു എന്ന ഒരു പ്രസിദ്ധമായ സംഭവമുണ്ട്. ഇസ്ലാമിനെക്കുറിച്ച് അവർക്ക് ധാരാളം തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അവർ പ്രവാചകനെതിരെ സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ ദൂതൻ അവരുടെ അടുത്തേക്ക് വരികയും ഒന്നും പറയാതെ അവരുടെ സാധനങ്ങൾ എടുത്തുയർത്തുകയും ചെയ്തു. വഴിയിലുടനീളം ആ സ്ത്രീ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തെപ്പോലുള്ള ആളുകൾ വളരെ അപൂർവവും നല്ലവരുമാണെന്ന് പറഞ്ഞു. എന്നിട്ടും അവർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ അവരുടെ സാധനങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, മനുഷ്യ, നിങ്ങളുടെ പേരെന്താണ്? പ്രവാചകൻ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി, വഴിയിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ മുഹമ്മദാണ് ഞാൻ. ഇതുകേട്ട് ആ സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങളാണ് മുഹമ്മദ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ സത്യപ്രവാചകനാണ്. കാരണം അത്തരം സ്വഭാവം ഒരു സാധാരണ മനുഷ്യന്റേതാകാൻ കഴിയില്ല. ആ നിമിഷം അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളും വിലപ്പെട്ട ഉപദേശങ്ങളും പഠിച്ചു. ജീവിതം മെച്ചപ്പെടുത്താനുള്ള ജ്ഞാനത്തിന്റെ അപൂർവ തത്വങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനികളുടെ വാക്കുകൾ നമ്മൾ പരാമർശിച്ചു. ശരീരത്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് ചൊറിച്ചിലുണ്ടായാൽ അത് സമൃദ്ധി അടുത്തെത്തിയെന്നതിന്റെ സൂചനയാകാമെന്നും നമ്മൾ മനസ്സിലാക്കി. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ജ്ഞാനം നിറഞ്ഞ വാക്കുകളും ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളെ നീതിയും വിവേകവും കൊണ്ട് എങ്ങനെ ലളിതമാക്കാമെന്ന് പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ബുദ്ധിസാമർഥ്യം നിറഞ്ഞ ഒരു പ്രസിദ്ധമായ സംഭവവും നമ്മൾ കേട്ടു. പിന്നീട് നമ്മൾ പരിശുദ്ധ പ്രവാചകൻ സേയിയുടെ സ്വഭാവത്തിന്റെയും സൗമ്യതയുടെയും ഒരു നേർക്കാഴ്ച കണ്ടു. അവിടെ അദ്ദേഹം തന്റെ പ്രവൃത്തിയിലൂടെ ഒരു സ്ത്രീയുടെ ഹൃദയം കീഴടക്കുകയും അവർക്ക് ഇസ്ലാമിന്റെ പ്രകാശം കാണിച്ചു കൊടുക്കുകയും ചെയ്തു.
ഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയുന്ന ആയുധമാണ് ഉത്തമ സ്വഭാവമെന്നും അത് ജീവിത വിജയത്തിന്റെ ഉറപ്പാണെന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ വിജയം. പരിശുദ്ധ പ്രവാചകന്റെയും ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതം നമുക്കൊരു വഴികാട്ടുന്ന പ്രകാശമാണ്. അവരുടെ വാക്കുകളും സംഭവങ്ങളും നമുക്ക് ശരിയായ പാത കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കളുമായും പ്രിയപ്പെട്ടവരുമായും ഇത് പങ്കുവെക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതുവഴി അവർക്കും ഈ വിലപ്പെട്ട പാഠങ്ങളിൽ നിന്ന് പ്രയോജനം നേടാനാകും. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. അതുവഴി ഓരോ പുതിയ വീഡിയോയുടെയും അറിയിപ്പുകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രയോജനകരമായ അറിവ് നൽകുവാനും നമ്മുടെ പാപങ്ങൾ പുറത്തുതരുവാനും ഈ ലോകത്തും പരലോകത്തും നന്മകൾ നൽകി അനുഗ്രഹിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.